ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. സ്പെഷ്യലായിട്ട് ഗ്രീൻ മസാല ചേർത്ത ഒരു ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇതെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അതിനായിട്ട് ഞാനിവിടെ വലിയ പീസാക്കിയിട്ടാണ് ചിക്കൻ എടുത്തത്. 3 വലിയ പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ പീസാണ് എടുക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ എടുക്കാം. 2 ലെഗ് പീസും ഒരു ബ്രസ്റ്റ് പീസുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് കഴുകി ക്ലീൻ ചെയ്ത് അത് മസാലയൊക്കെ തേച്ച് കൊടുത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കാനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നല്ല ഗ്യാപ്പിൽ തന്നെ, നല്ല ആഴത്തിൽ തന്നെ പിന്നെ കട്ടിട്ട് കൊടുക്കുക. വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടായാൽ നമ്മുടെ മസാല തേച്ച് കൊടുക്കുമ്പോൾ ഇതിലേക്ക് മസാല നല്ലപോലെ പിടിച്ച് കിട്ടില്ല. അതുകൊണ്ട് വെള്ളം നല്ലപോലെ തന്നെ കളയുക. നമുക്കിതിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കൽ നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് ആവശ്യമുള്ളത്. നല്ല പോലെ അരഞ്ഞിട്ടേണ്ടതാണ് നമുക്കിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ജാർ എടുക്കാം. ഇതിലേക്ക് 15 അല്ലി വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിന് ആവശ്യമായ പച്ചമുളക് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയും ഇതിലേക്ക് വേണം. ഇഞ്ചി അതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അരച്ചെടുത്തതിന് ശേഷം അവിടെ ഇവിടെയായിട്ട് ഇഞ്ചിയുടെ പീസ് ഉണ്ടാവും. ശരിക്കും അരഞ്ഞു കിട്ടൂല വലിയ പീസായിട്ട് എടുത്താൽ. ഇത്രയും ഇഞ്ചിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മിൻറ്റ് ലീഫും അതുപോലെ തന്നെ കൊറിയാണ്ടർ ലീവ്സുമാണ്. അത് ഒരു ഹാൻഡ് ഫുള്ളായിട്ട് എടുക്കുക. ഫ്രഷ് ലീവ്സ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. എന്നാൽ മാത്രമാണ് നമ്മുടെ മസാലയ്ക്ക് നല്ല സ്മെല്ല് കിട്ടുകയുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തണ്ട് എടുക്കണ്ട. നല്ല തിക്ക് ഉള്ള തണ്ട് എടുക്കണ്ട. മല്ലിയിലയുടെയും പുതിനയിലയുടെയും രണ്ടിൻ്റെയാണ് ഞാൻ പറയുന്നത്. തടി കൂടിയ തണ്ട് എടുക്കാറുണ്ട്. നേരിയ ടൈപ്പിലെ തണ്ടൊക്കെ ഒന്നും പ്രശ്നമില്ല, നമുക്ക് അരഞ്ഞു കിട്ടൂല. അപ്പോൾ എല്ലാം കൂടി ഒന്നിട്ട് മിക്സിയുടെ വെള്ളമൊന്നും ചേർക്കാണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യം കൂടി ചേർക്കാനുണ്ട്. അതിലേക്ക് ഇനി വേണ്ടത് ലെമണാണ്. ഒരു ലെമണിൻ്റെ ഫുൾ ജ്യൂസ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ യോഗേർട്ട് ഒഴിക്കുന്നുണ്ട്. പുളി ഇല്ലാത്തതാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. യോഗേർട്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും പുളി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പുളിയുള്ള നോർമൽ തൈരാണ് എടുക്കുന്നതെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിവാക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലീഫ് മസാലയും അതുപോലെ ബാക്കി ഇപ്പോൾ ഇട്ട യോഗേർട്ടൊക്കെ ഒന്ന് നല്ല പോലെ മിക്സ് ആകുന്ന വിധത്തിൽ ഒന്ന് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കനിൽ ഇത് നല്ല പോലെ തേച്ച് പിടിപ്പിക്കാം. നമ്മൾ കട്ടിട്ട് കൊടുത്തതിലൊക്കെ ഉള്ളിലേക്കൊക്കെ നല്ല പോലെ അതൊന്ന് കവറാക്കി കൊടുക്കുക. ബാലൻസ് വരുന്ന മസാല വേസ്റ്റ് ആക്കണ്ട. നമ്മൾക്കിത് ഫ്രൈ ചെയ്യാനിടുമ്പോൾ മസാലത്തിൻ്റെ മേലെ ബാലൻസ് വരുന്നത് നമുക്ക് തേച്ച് കൊടുക്കാം. പിന്നെ മസാല മിക്സ് തേച്ച് കൊടുത്തതിന് ശേഷം അരമണിക്കൂർ, കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം. നോർമലായിട്ടും പുറത്ത് തന്നെ വെക്കുകയും ചെയ്യാം. ഞാനിതാ 3 പീസും മസാല മിക്സ് ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അരമണിക്കൂറായിട്ടുണ്ട്. ഞാനിത് ഫ്രൈ ചെയ്യേണ്ട പാത്രം അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രം ചിക്കൻ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചിക്കന് അതിൽ ഒട്ടിപ്പിടിക്കാനായിട്ടുണ്ട്. മസാലയൊക്കെ ഒട്ടിപ്പിടിച്ച് പോവും. അപ്പോൾ നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക.
അടച്ചു വെച്ച് വേവിക്കുക. വലിയ പീസാണെങ്കിൽ അടച്ചു വെച്ച് വേവിക്കുക, ചെറിയ പീസാണെങ്കിൽ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. വെന്ത് കിട്ടണമെങ്കിൽ ഇത് അടച്ചു വെച്ച് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. സൈഡ് ഭാഗമൊക്കെ അതിൻ്റെതായ രീതിയിൽ തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ചൊന്ന് കളർ ചേഞ്ച് ആയപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ സൈഡ് ഭാഗം ആയി കിട്ടാനാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ മസാല വെച്ചിട്ട് ഈ ഒരു ചിക്കൻ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പി തന്നെയാണിത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ്സാക്കി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വേറൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.